ജീവിതത്തിലൊരിക്കലെങ്കിലും കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഷിംല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ മുതലുള്ള തണുപ്പും കാഴ്ചകളും അത് സത്യമാണെന്ന് തെളിയിച്ചു. അപ്പോൾ എൻ്റെ എല്ലാ കുടുംബക്കാർക്കും ഹനുമാൻ ടെമ്പിളും മാൾ റോഡും ക്രൈസ്റ്റ് ചർച്ചും ഒക്കെ ചേർന്ന ഷിംലയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. രാത്രി 11 മണിക്ക് ഡൽഹിയിൽ നിന്നും ബസ് കയറി രാവിലെ തന്നെ നമ്മൾ ഷിംലയിലെത്തി. ഷിംലയിലേക്ക് പോകുമ്പോൾ സൈറ്റ് സീയിങ് അടിപൊളിയായിരുന്നു. ചൂട് ആലു പൊറോട്ടയും തിന്ന് നമ്മൾ അവിടുന്ന് റൂമിലേക്ക് പോയി. ബാഗും സാധനങ്ങളും ഒക്കെ റൂമിലേ വെച്ച് ഫ്രഷായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ക്യാബ് ഡ്രൈവർ വന്നു. പുള്ളിക്കാരൻ നമ്മളുടെ അന്നത്തെ ട്രാവൽ പ്ലാൻ എല്ലാം പറഞ്ഞു തന്നു. स्नो मिलने के लिए दिसंबर किशमिश डे के बाद आपको स्नो मिलेगा जनवरी में, दिसंबर लास्ट में. ആദ്യം നമ്മൾ പോയത് ഹനുമാൻ ടെമ്പിൾ കാണാനാണ്. പോകുന്ന വഴികളിൽ മുഴുവനും കുരങ്ങന്മാരാണ്. അതുകൊണ്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെയുള്ള കുരങ്ങന്മാരെയൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. മുകളിലെത്തിയാൽ ആകെ മൊത്തം ഒരു ഓറഞ്ച് മായമാണ്. ഏകദേശം 108 ഫീറ്റ് ഉയരമുള്ള ഈ ഹനുമാൻ സ്റ്റാച്ചു ഷിംലയുടെ ഐക്കണിക് ലാൻഡ്മാർക്കായി മാറിയിട്ടുണ്ട്. താഴെ ടൗണിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഹനുമാന്റെ പ്രതിമ കാണാമായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് നമ്മളൊരു കലാകാരനെ കണ്ടത്. ജാഖു ടെമ്പിൾ ഷിംലയിലെ ഏറ്റവും ഫേമസ് സ്പിരിച്വൽ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ്. ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ജാഖു ഹിൽ എന്ന ഷിംലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണ കഥകൾ പ്രകാരം ലക്ഷ്മണന് വേണ്ടി സംജീവനി ഔഷധം തേടി പോകുമ്പോൾ ഹനുമാൻ ഇവിടെ വിശ്രമിച്ചുവെന്നാണ് വിശ്വാസം. ദൂരെ മഞ്ഞുമലകൾ കാണാമായിരുന്നു. അടുത്ത ദിവസം അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടു നടന്നു. അവിടുന്ന് തന്നെ പ്രസാദ സദ്യയും കഴിച്ചു അടുത്ത ലൊക്കേഷനിലേക്ക് ഇറങ്ങി.